എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 23 സെപ്റ്റംബർ തിങ്കളാഴ്ച. ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് ആണ് നമ്മുടെ മാർക്കറ്റിൽ പ്രതീക്ഷിക്കുന്നത്. നിഫ്റ്റിയുടെ വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് 25,790.95 ഓവറോൾ മാർക്കറ്റിൻ്റെ ട്രെൻഡ് പോസിറ്റീവാണ്. ഈ ആഴ്ച ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിൻ്റെ മന്ത്ലി എക്സ്പയറിയാണ്. നിഫ്റ്റിയിൽ നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് മെയിനായിട്ട് ആക്ട് ചെയ്യാവുന്നത് 26,000, സപ്പോർട്ടായിട്ട് 25,500 ആണ്. കഴിഞ്ഞ തിങ്കളാഴ്ച ഒരു 375 പോയിൻറ്റിൻ്റെ നല്ലൊരു റാലി ആയിരുന്നു നിഫ്റ്റി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ നോക്കുമ്പോൾ 27,000 സ്ട്രൈക്ക് പ്രൈസിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നത്. 92.08 ലാക്ക് കോൺട്രാക്ട്സ് ആ ലെവലിൽ ഉള്ളതായിട്ട് കാണാം. മാക്സിമം കോൾ റേറ്റിംഗ് ഉള്ളത് 25,700 സ്ട്രൈക്ക് പ്രൈസിലാണെന്നും കാണാം. ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇത്തവണ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. 14,064 കോടിക്ക് ഇന്ത്യൻ ഇക്വിറ്റീസ് വെള്ളിയാഴ്ച ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് വാങ്ങിയിട്ടുണ്ട്. ഈ വർഷം രേഖപ്പെടുത്തിയ ഏറ്റവും വലിയ ബൈയാണ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇന്നലെയല്ല വെള്ളിയാഴ്ച രേഖപ്പെടുത്തിയത്. അതേസമയം ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് 5 ദിവസത്തിന് ശേഷം 4,427 കോടിയുടെ വർത്തായിട്ടുള്ള സ്റ്റോക്ക് സെല്ല് ചെയ്തതായിട്ട് കാണാം. ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇത്ര അധികം ബൈയിങ്ങിലോട്ട് വരുന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. അടുത്തതായി സ്റ്റോക്ക് ടു വാച്ച്. ഇന്നത്തെ വാർത്തയിലുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി അദാനി ടോട്ടൽ ഗ്യാസ്. ഈ കമ്പനി 375 മില്യൻ്റെ ഫണ്ടിങ് നേടിയിട്ടുണ്ട് ഇൻ്റർനാഷണൽ ലെൻഡേഴ്സിൽ നിന്നും. ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഓവറോൾ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫണ്ടിങ് നേടിയിട്ടുള്ളത്. അടുത്തത് BHEL, ഭാരത് ഹെവി ഇലക്ട്രിക്കൽസിന് 6,100 കോടിയുടെ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. 2 ദിവസം മുമ്പ് വന്നിട്ടുള്ള സിപ്പാറ്റ് സൂപ്പർ ക്രിട്ടിക്കൽ തെർമൽ പവർ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് NTPCയുടെ കയ്യിൽ നിന്നാണ് BHELന് ഈ ഓർഡർ കിട്ടിയിട്ടുള്ളത്. അടുത്തതായി ഡോക്ടർ റെഡ്ഡീസ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് FDAയുടെ ഇൻസ്പെക്ഷനിൽ ഒരു ഒബ്സർവേഷനും പോലും രേഖപ്പെടുത്താതെ പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഹൈദരാബാദിലെ R&D സെൻറ്ററിലായിരുന്നു ഇൻസ്പെക്ഷൻ നടന്നത്. അടുത്തത് ടാറ്റ സ്റ്റീൽ കമ്പനി കലിംഗനഗർ ഒഡീഷയിൽ ബ്ലാസ്റ്റ് ഫർണസ് കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. കമ്പനി 27,000 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് കലിംഗനഗർ ഫേസ് 2ൻ്റെ എക്സ്പാൻഷന് വേണ്ടിയിട്ട് കണ്ടിരിക്കുന്നത്. അതിലൂടെ ഓവറോൾ കപ്പാസിറ്റി 3 MTPA നിന്ന് 8 MTPA ആയിട്ട് മാറുന്നതാണ്. അടുത്തത് മാൻകൈൻ ഫാർമ കമ്പനി അപ്രൂവ് ചെയ്തത് NCDയും കൊമേഴ്ഷ്യൽ പേപ്പറുകളും വഴി 10,000 കോടി റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്തത് പിക്കാഡില്ലി അഗ്രോയുടെ ഇന്ദ്രി സിംഗിൾ മാൾട്ട് വിസ്കി ഇനി യൂറോപ്പിലും സെയിൽ ചെയ്യുന്നതാണ്. ടെസ്കോ സ്റ്റോർസിൽ ഇംഗ്ലണ്ടിൽ സെല് ചെയ്യുന്നതായിട്ട് കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത്രയുമാണ് ഇന്ന് സ്റ്റോക്ക് ന്യൂസുകൾ പ്രധാനപ്പെട്ടതുള്ളത്. അടുത്തത് IPO ഓഫറിംഗ് നോക്കാം. മെൻബ ഫിനാൻസ് തിങ്കളാഴ്ചയാണ് IPO ഓപ്പൺ ആവുന്നത്. പ്രൈസ് ബാൻഡ് 114 മുതൽ 120 പെർ ഷെയറാണ്. 150 കോടിയുടെ IPO ഇഷ്യൂ ആണിത്. എല്ലാം ഫ്രഷ് ഇഷ്യൂ ആണ് 150 കോടിയും. ഇത് മാത്രമാണ് ഇപ്പോൾ ഓപ്പണിങ്ങിനുള്ള ലൈവായിട്ടുള്ള IPO. പിന്നെ ലീല ഹോട്ടൽസിൻ്റെ ഓപ്പറേറ്റർ ഷ്ലോസ് ബാംഗ്ലൂർ ഒരു 5,000 കോടി IPO ആയിട്ട് വരുന്നതായിട്ട് നമുക്ക് ഒരു ന്യൂസ് ഉണ്ട്. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നെഗറ്റീവ് ന്യൂസ് ഉള്ളത് ചൈനയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ചൈനയിലെ യൂത്ത് അൺഎംപ്ലോയ്മെൻറ്റിലും ഗവൺമെൻറ് സ്പെൻഡിങ്ങിലും വലിയൊരു ഡിക്ലൈൻ കാണാൻ സാധിക്കുന്നുണ്ട്. IPO മാർക്കറ്റിൽ ഈ ആഴ്ച വളരെ തിരക്കുള്ളൊരു ആഴ്ചയാണ്. 11 IPO ആണ് ഈ ആഴ്ച ദലാൽ സ്ട്രീറ്റ് ഹിറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അടുത്ത ആഴ്ച 14 IPOകളാണ് ഹിറ്റ് ചെയ്യുന്നത്. ഇത്രയുമാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട മാർക്കറ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ചെറിയൊരു നെഗറ്റീവ് ഉണ്ടെങ്കിലും ഇന്ത്യൻ മാർക്കറ്റിലെ പോസിറ്റീവ്നെസ് കൊണ്ട് നമുക്കതിനെ മറികടക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു.